ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. സാമ്പത്തിക ജീവിതത്തിൻ്റെ അടിത്തറ എവിടെയാണ് നിലകൊള്ളുന്നത്? സാമ്പത്തിക ജീവിതത്തിൻ്റെ അടിത്തറ നിലകൊള്ളുന്നത് ചിലവ് ചെയ്യലും മിച്ചം പിടിക്കലും തമ്മിൽ കൃത്യമായ ഒരു ബാലൻസിങ് കണ്ടുപിടിക്കുന്നതിലാണ്. ഒരാൾക്ക് കിട്ടുന്ന പണം മുഴുവൻ അയാൾ ചിലവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒന്നും തന്നെ മിച്ചം പിടിക്കാൻ കഴിയില്ല. മിച്ചം പിടിക്കാതിരിക്കുമ്പോൾ അയാൾക്ക് ഭാവിയിൽ പണത്തെ വളർത്തുന്നതിനുള്ള ആ മൂലധനം ഇല്ലാതാകുന്നു. തന്നെയല്ല, അയാൾക്ക് എമർജൻസി ഫണ്ട് ഇല്ലാതാകുന്നു. ഇനി കിട്ടുന്ന പണം മുഴുവൻ മിച്ചം പിടിക്കുകയാണെങ്കിലോ അപ്പോഴും പ്രശ്നമാണ്. കാരണം പണം എന്ന് പറഞ്ഞാൽ അത് വിനിമയം ചെയ്യപ്പെടേണ്ട ഒരു ഉൽപ്പന്നമാണ്. അത് എപ്പോഴും സർക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ വിനിമയം ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട, കൊടുക്കൽ വാങ്ങലുകൾക്ക് വിധേയമാകേണ്ട ഒരു ഉൽപ്പന്നം അത് നമ്മൾ മിച്ചമാക്കി, നിഷ്ക്രിയമാക്കി, നമ്മൾ കൂട്ടിലടച്ചതുപോലെ അല്ലെങ്കിൽ പെട്ടിയിലടച്ചതുപോലെ നമ്മൾ പൂട്ടിവെക്കുമ്പോൾ പണത്തിൻ്റെ ആ വിനിമയ സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്. പണത്തിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ വിനിമയ സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ്. അപ്പോൾ പണത്തിന് ശ്വാസം മുട്ടും, അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും. അപ്പോൾ ഈ ചെലവ് ചെയ്യലും മിച്ചം വയ്ക്കലും തമ്മിലെ ഒരു കൃത്യമായ ബാലൻസിങ് അത് കണ്ടെത്തുകയാണ് ഇതിനുള്ള പരിഹാരം. ഓരോരുത്തരുടെയും വ്യക്തിപരമായ സാഹചര്യം അനുസരിച്ച് ഈ ബാലൻസിങ് വ്യത്യസ്തമായി എന്ന് വരാം. ഇനി എങ്ങനെയായാലും ഈ ബാലൻസിങ് കൃത്യമായി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.